السلام عليكم. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد، فاتقوا الله يا عباد الله. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ സർവ്വമേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഠിനമായി പരിശ്രമിക്കണേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്, ഇന്ന് നമ്മളിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മുമ്പ് സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഷെയ്ഖ് റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു ചെറിയ എത്തിനോട്ടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപുത്രനായ ഇബ്രാഹിം മരണപ്പെടുന്ന സന്ദർഭം ചരിത്രം രേഖപ്പെടുത്തുന്നത് വളരെ വിഷമത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു രംഗമായിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുഃഖഭാരം സഹിക്കവയ്യാതെ നബി കരയുന്നുണ്ട്. ആ സന്ദർഭത്തിൽ സഹാബാക്കൾ അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം പലപ്പോഴും സഹാബാക്കളെ അവർക്ക് അനുഭവിക്കുന്ന വേദനകളിൽ അവരുടെ കൂടെ താങ്ങായി തണലായി നിൽക്കാറുള്ള റസൂൽ പെട്ടെന്നൊരു ദിവസം തൻ്റെ മകൻ്റെ വേർപാടിൽ കരയുന്നത് കണ്ടപ്പോൾ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നബിയെ താങ്കൾ ഇങ്ങനെ കരയുന്നത്? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്നൽ ഐന തദ്മ, കണ്ണുകൾ ഈറനണിയും, വൽ ഖൽബ യഹ്സൻ, ഹൃദയത്തിന് ദുഃഖം ബാധിക്കും, വലാ നഖൂലു ഇല്ലാ മാ യർദാ റബ്ബുന, പക്ഷെ എന്തു തന്നെ ആയാലും അള്ളാഹു തൃപ്തിപ്പെടുന്നതല്ലാത്ത ഒന്നും തന്നെ ഞാൻ പറയുകയില്ല. വ ഇന്നാ ബിഫിറാഖിക യാ ഇബ്രാഹിം ലമഹ്സൂനൂൻ, ഓ ഇബ്രാഹിം, നിന്റെ വേർപാടിൽ ഞങ്ങൾ അതിയായി ദുഃഖിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. 2-3 ദിവസത്തിന് മുമ്പ് മരണപ്പെട്ട അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായിരുന്നു ഷെയ്ഖ് റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത കേട്ടപ്പോഴും ഇതേ ഒരു അവസ്ഥയിലൂടെയാണ് ഏതൊരു മുഅ്മിനും കടന്നു പോയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അങ്ങേയറ്റത്തെ വിഷമവും അതോടൊപ്പം തന്നെ ഒരിക്കലും നികത്താൻ സാധിക്കാത്ത ഒരു വിടവുമാണ് അദ്ദേഹത്തിൻ്റെ മരണം മുസ്ലിം ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പർവ്വതനിരകൾക്ക് സമാനമായ അറിവുകൾ അദ്ദേഹം തൻ്റെ ആയുഷ്കാലത്ത് ശേഖരിക്കുകയും ആ ശേഖരിച്ച അറിവ് സത്യസന്ധമായി ആരെയും ഭയപ്പെടാതെ ഹക്ക് വളരെ വ്യക്തമായി കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വവും നിറവേറ്റിയിട്ടാണ് അദ്ദേഹം ഇഹലോകവാസം വെടിയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് ഒരു മുസ്ലിം എന്ന നിലക്ക് പ്രസ്തുത ഒരു സലഫി ധാരയിൽ സഞ്ചരിക്കുന്ന ആളുകൾ എന്ന നിലക്ക് അറിഞ്ഞിരിക്കൽ വളരെ അനിവാര്യമാണ്. പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അവർ വിളക്കുകളാണ്. അവർ നഷ്ടപ്പെടുന്ന മരണപ്പെട്ടു പോകുന്ന അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അറിവില്ലായ്മയിൽ ആണ്ടുപോകുന്ന അവസ്ഥയുണ്ടാകും. ജനങ്ങൾ ജഹാലത്തിലായി തുടർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ജീവിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ജീവൻ്റെ കാലഘട്ടമാണ്. അവർ മരിച്ചു കഴിഞ്ഞാൽ ഒരു സമൂഹമാണ് അവരിലൂടെ ഇല്ലാതാകുന്നത് എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, മൻ ലം യുജില്ല കബീറന വയർഹം സഗീറന വയഅരിഫ് ലിആലിമിന ഹഖ്ഖ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല, ഇസ്ലാമിൻ്റെ സ്വഭാവത്തിലുള്ളതല്ല
ഒരു യഥാർത്ഥ ഇസ്ലാം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് 3 സ്വഭാവം ഉണ്ടാകേണ്ടതുണ്ട്. അതിലൊന്നാമത്തേത് വലിയ ആളുകളെ ആദരിക്കുക എന്നതാണ്. രണ്ടാമത്തേത് ചെറിയ ആളുകളോട് കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത് വയഅരിഫ് ലിആലിമിന ഹഖ, ഒരു ആലിമിന്, ഒരു പണ്ഡിതന് ആ പണ്ഡിതന്റെ സ്ഥാനം നൽകുക. അത് നൽകാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ലൈസ മിന്ന, അവൻ നമ്മിൽപ്പെട്ടവനല്ല. അവന്റെ സ്വഭാവം ഇസ്ലാമിന്റെ സ്വഭാവവുമായി താരതമ്യം ചെയ്യാൻ സാധിക്കുന്നതല്ല എന്നാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് നൽകേണ്ട സ്ഥാനം, അവർക്ക് നൽകേണ്ട ബഹുമാനം, അത് നൽകുക എന്നത് ദീനിന്റെ ഭാഗമാണ്. ഒരു കൂട്ടം ആളുകൾ പണ്ഡിതന്മാരുടെ വിഷയത്തിൽ അതിര് കവിയുമ്പോൾ മറുകൂട്ടം ആളുകൾ അവർക്ക് യാതൊരു സ്ഥാനവും നൽകാതെ അവരെ വെറും സാധാരണക്കാരായി കാണുന്ന, അവരോട് പുലർത്തേണ്ട മര്യാദകളും ബഹുമാനവും ഒന്നും പുലർത്താതെയാണ് മറുവിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരിക്കലും നബിയുടെ ഹദീസിനോട് യോജിച്ചതല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഓരോ പണ്ഡിതന്റെ മരണവും വലിയ മുസീബത്തുകളാണ് ദുനിയാവിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ, അല്ലാഹു അറിവിനെ പിടിച്ചു വെക്കുകയില്ല. ഇൻതിസാഅൻ യൻതസിഉഹു മിനൽ ഇബാദ്, അല്ലാഹു അറിവിനെ ഉയർത്തുന്നത് അത് ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഉടനെ തന്നെ എടുത്തു മാറ്റുകയല്ല ചെയ്യുന്നത്. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമ, അല്ലാഹു അറിവിനെ ഉയർത്തുന്നത് ഉലമാക്കളുടെ മരണത്തിലൂടെയാണ്, അവരെ മരിപ്പിക്കുന്നതിലൂടെയാണ് അല്ലാഹു അറിവിനെ ഉയർത്തുക. ഹത്താ ഇദാ ലം യുബ്ഖി ആലിമൻ, അങ്ങനെ ഒരു ആലിമും ബാക്കിയാവുകയില്ല. ഇത്തഖദന്നാസു റൂസൻ ജുഹാല, ജനങ്ങൾ ജാഹിലുകളായ ആളുകളെ തലപ്പത്തിരുത്തുകയും അവരെ ആലിമുകളായി കാണുകയും, ഫസുഇലു, എന്നിട്ട് അവരോട് ചോദ്യം ചോദിക്കപ്പെടുകയും, ഫഅഫ്തൗ ബിഗൈരി ഇൽമിൻ, ഒരു അറിവുമില്ലാതെ അവർ ഫത്വ നൽകും, ഫദല്ലു വഅദല്ലു, അങ്ങനെ അവരും വഴിപിഴക്കും, മറ്റുള്ള ആളുകളെ വഴിപിഴപ്പിക്കുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് അറിവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണ്ഡിതന്മാരുടെ മരണമാണ്. ഓരോ പണ്ഡിതന്മാരും മരണപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് അഗണ്യമായ അറിവുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എന്നൊരു നഷ്ടബോധം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. സ്വഹാബാക്കൾ അവർ പണ്ഡിതന്മാരുടെ മരണമെന്നത് വളരെ ഗൗരവത്തിലായിരുന്നു അവർ കണ്ടിരുന്നത് എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, മൻ സറഹു അൻ യൻളുറ കൈഫ ദഹാബുൽ ഇൽമി ഫഹാകദാ ദഹാബുഹു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം ആളുകളോട് ചോദിക്കുകയാണ്, ആർക്കെങ്കിലും അറിവ് എങ്ങനെയാണ് നഷ്ടപ്പെടുക എന്ന് കാണണമെങ്കിൽ ദാ കണ്ടുകൊള്ളുക, ഇങ്ങനെയാണ് അറിവ് ഇല്ലാതാവുക, ഇങ്ങനെയാണ് അറിവ് ഉയർത്തപ്പെടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക എന്നാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അലൈക്കും ബിൽ ഇൽം, നിങ്ങൾ അറിവിനെ മുറുകെ പിടിക്കണം. ഖബ്ല അൻ യുഖ്ബൽ, ആ അറിവ് അല്ലാഹു അതിനെ എടുത്തു മാറ്റുന്നതിന് മുമ്പായി. വഖബ്ലുഹു ദഹാബു അഹ്ലിഹി, അല്ലാഹു അറിവിനെ പിടിച്ചു വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവിന്റെ ആളുകൾ ദുനിയാവിൽ നിന്ന് വിട പറയുകയാണ് ചെയ്യുന്നത്. സഈദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരിക്കൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത കേട്ട സന്ദർഭത്തിൽ അദ്ദേഹം വല്ലാതെ പൊട്ടിക്കരയുകയും അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, മാ യുബ്കീക, എന്താണ് താങ്കളെ കരയിപ്പിച്ചത്? സഈദ് ഇബ്നു സയ്യിദിനോട് ചോദിക്കുകയാണ്, എന്തിനാണ് താങ്കൾ ഇങ്ങനെ കരയുന്നത്? ആ സന്ദർഭത്തിൽ അദ്ദേഹം കൊടുത്ത മറുപടി, അലൽ ഇസ്ലാമി അബ്കി, ഇസ്ലാമിന്റെ പേരിലാണ് ഞാൻ കരയുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇസ്ലാമിൽ ഉണ്ടാക്കിയ വലിയ വിടവാണ്, അത് ഇസ്ലാമിന്റെ വലിയ പതനമാണ് എന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതുപോലെയാണ് ഓരോ പണ്ഡിതന്റെ മരണവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, അതദ്റൂന കൈഫ യൻഖുസുൽ ഇസ്ലാം, ഇസ്ലാം എങ്ങനെയാണ് കുറഞ്ഞു പോവുക, ഈമാൻ എങ്ങനെയാണ് നഷ്ടപ്പെട്ടു പോവുക എന്ന് നിങ്ങൾക്കറിയുമോ? യകൂനു ഫിൽ ഖബീലത്തി ആലിമാൻ, ഒരു നാട്ടിൽ 2 ആലിമുകൾ ഉണ്ടാകും, 2 പണ്ഡിതന്മാരുണ്ടാകും. ഫയമൂതു അഹദുഹുമ, ഒരാൾ മരണപ്പെടും. ഫയദ്ഹബു നിസ്ഫുൽ ഇൽം, അങ്ങനെ അറിവിന്റെ പകുതിയും നഷ്ടപ്പെട്ടു പോകും. വയമൂതുൽ ആഖർ, മറ്റൊരു ആലിമും മരണപ്പെടും. ഫയദ്ഹബു ഇൽമുഹും കുല്ലും,
അങ്ങനെ എല്ലാ അറിവും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാകും. എന്നിട്ട് പറയുന്നത്, രാപ്പകലുകൾ എത്ര തന്നെ മാറി മറിഞ്ഞാലും അവരുടെ വിടവ് നികത്തുക എന്നത് വളരെ പ്രയാസം നിറഞ്ഞ വിഷയമാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തുർ റഅദിലെ 41-ാമത്തെ ആയത്ത് പാരായണം ചെയ്തുകൊണ്ട് വിശദീകരിക്കുന്നത്, അവലം യറൗ അന്നാ നഅതിൽ അർദ നൻഖുസുഹാ മിൻ അത്റാഫിഹാ, ഭൂമിയെ നാം ചുരുക്കിക്കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത്, ഖറാബുൽ അർദി, ഭൂമിയുടെ നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിമൗതി ഉലമാഇഹ, അവിടെയുള്ള ഉലമാക്കൾ മരണപ്പെടലാണ്, വഫുഖഹാഹിഹ, ഫഖീഹുമാർ മരണപ്പെടലാണ്, വഅഹ്ലുൽ ഖൈരി മിൻഹ, അവിടെയുള്ള നന്മയുടെ ആളുകൾ മരണപ്പെടലാണ്. ഭൂമിയെ അതിൻ്റെ നാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തു അമ്മ, സൂറത്തു നബ വിശദീകരിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, വൽ ജിബാല ഔതാദ, വൽ ജിബാല ഔതാദ, പർവ്വതങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭൂമിക്കുള്ള അതിനെ പിടിച്ചു നിർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് പർവ്വതങ്ങൾ എന്നത്. അതിൻ്റെ തഫ്സീറിൽ ഒരു രസകരമായ തഫ്സീറായി പറയപ്പെടുന്നത്, ഭൂമിയെ പിടിച്ചു നിർത്തുന്ന മറ്റൊരു വിഷയം എന്നത് അത് പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഭൂമിയിൽ ഫസാദ് ഉണ്ടാകും, ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും, അറിവില്ലായ്മ വർദ്ധിക്കും, അന്ധവിശ്വാസങ്ങൾ വർദ്ധിക്കും, ജനങ്ങൾ ആകമാനം ഇസ്ലാമിൽ നിന്ന് അകന്നുപോയി, ഈമാനിൽ നിന്ന് അകന്നുപോയി കുഫ്റിലേക്കും ബിദ്അത്തിലേക്കും എത്തിപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു അഹ്ലുസുന്നയിലെ ഒരു വ്യക്തി മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഹ്ലുസുന്നയിലെ പണ്ഡിതനല്ല ഒരു വ്യക്തി മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യൂബ് സുഖ്തിയാനി റഹിമഹുല്ല പറഞ്ഞു വെക്കുന്നത്, ഇന്നി ഉഖ്ബിറു ബിമൗതി റജുൽ മിൻ അഹ്ലി സുന്ന ഫകഅന്നി അഫ്ഖിദു ബഅദ അഅദാഇ, ഞാൻ ഒരാളുടെ മരണവാർത്ത എനിക്ക് കേട്ട് കഴിഞ്ഞാൽ, അഹ്ലുസുന്നയിൽപ്പെട്ട ഒരു വ്യക്തിയുടെ മരണവാർത്തയെക്കുറിച്ച് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു അവയവം നഷ്ടപ്പെടുന്നതിന് തുല്യമാണ് ഒരു വ്യക്തി മരണപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഒരു പണ്ഡിതന്റെ മരണം എന്ന് പറയുമ്പോൾ അത് അതീവ ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്. പണ്ട് കാലത്തൊക്കെ സലഫുകളുടെ കാലത്ത് പണ്ഡിതന്മാർ മരണപ്പെട്ടാൽ അവർ പറയാറുണ്ടായിരുന്നു, ഇമാം ബുഖാരി റഹ്മഹുല്ല മരണപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, ലൗ ഖദിർതു അൻ അസീദ ഫീ ഉംരി മുഹമ്മദ് ബിൻ ഇസ്മാഈൽ, ഇമാം ബുഖാരി റഹ്മഹുല്ലയുടെ വയസ്സെങ്ങാനും എനിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ഞാൻ എൻ്റെ വയസ്സിൽ നിന്ന് ഒരു ഭാഗമെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കുമായിരുന്നു. ഫഇന്ന മൗതി യകൂനു മൗത റജുലിൻ വാഹിദിൻ, എൻ്റെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വ്യക്തിയുടെ മരണമാണ്. എന്നാൽ വമൗതുഹു, ഇമാം ബുഖാരിയുടെ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹാബുൽ ഇൽം, അത് അറിവ് നഷ്ടപ്പെട്ടു പോകലാണ്, അത് അറിവ് ഇല്ലാതായി പോവുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസത്തിൽ മരണപ്പെട്ട ഷെയ്ഖ് റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹ്മഹുല്ല, അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അഹ്ലുസുന്നയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത സേവനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നത് വളരെ അനിവാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ചെറിയ സേവനമെന്നോണം ആണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം അറിവിനോട് അതീവ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം കാണുന്ന വളരെ വലിയ ഒരു മികവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉപ്പ മരണപ്പെടുന്നുണ്ട്. ഏകദേശം ഒരു 1.5 വയസ്സ് ആകുന്ന സന്ദർഭത്തിൽ ഉപ്പ മരണപ്പെടുകയും പിന്നീട് അദ്ദേഹത്തെ വളർത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയാണ് അദ്ദേഹത്തെ അറിവിനോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാക്കി, അതോടൊപ്പം തന്നെ അറിവിന് വേണ്ടി അദ്ദേഹത്തെ സജ്ജീകരിച്ച് ആ അറിവിൻ്റെ പാതയിൽ അദ്ദേഹത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു എന്നാണ്. ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാരെ വാർത്തെടുത്തത് അവരുടെ ഉമ്മയായിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. ഇമാം ബുഖാരി റഹ്മഹുല്ല, ഇമാം ഇബ്നു ബാസ് റഹ്മഹുല്ലയെ പോലും അദ്ദേഹത്തെ ആ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയായിരുന്നു എന്ന. ഇബ്നു ബാസ് റഹ്മഹുല്ല കാഴ്ച പരിമിതിയുള്ള ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥം രേഖപ്പെടുത്തുന്നത് അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ സഹോദരി പറയുന്നുണ്ട്, എങ്ങനെയാണ് ഈ പറയുന്ന കുട്ടിയെ നമ്മൾ വളർത്തിക്കൊണ്ടുവരിക, എത്ര തന്നെ വലുതായാലും
ആരെങ്കിലും ഒരാൾ ഇവനെ സഹായിക്കാൻ ആവശ്യം വരൂലേ, ഇവനെ സഹായിക്കാൻ ആരെങ്കിലും ഒരാൾ ഇവന്റെ കൂടെ നടക്കേണ്ടി വരൂലേ എന്ന് പറഞ്ഞപ്പോൾ കാലങ്ങൾക്ക് ശേഷം ഇബ്നു ബാസ് റഹിമഹുല്ലാ എന്ന് പറയുന്ന വ്യക്തി, കാഴ്ച പരിമിതിയുള്ള ആ പണ്ഡിതനായിരുന്നു എല്ലാ ഉമ്മത്തിൻ്റെയും ഉൾക്കാഴ്ച കൊണ്ടുവന്ന വ്യക്തി എന്ന് നമുക്ക് തുറന്നു പറയാൻ സാധിക്കും. ആ ഇബ്നു ബാസ് റഹിമഹുല്ലാ ചരിത്രത്തിലുടനീളം നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ പറ്റുന്ന വിഷയമാണ്. സലഫി ധാരയിൽ ഇത്രയും വലിയൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിലൂടെ ആയിരുന്നു എന്നാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉമ്മമാർക്ക് ഇത്തരം വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കാൻ സാധിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. ഷെയ്ഖിൻ്റെ ജനനം ജറാദിയ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. സ്വാമിത്ത എന്ന പട്ടണത്തിലാണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ അദ്ദേഹം അവിടെ ജനിച്ചു വളരുകയും അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ കീഴിൽ തർബിയത്തോടുകൂടി വളർന്നു വന്നു. ഉപ്പ അദ്ദേഹത്തിന് ചെറുപ്രായത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് ഒരു സഹോദരൻ ഉണ്ടായിരുന്നു, അഹ്മദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ. ഈ അഹ്മദ് എന്ന് പറയുന്ന സഹോദരനായിരുന്നു അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ ഒരുക്കിയിരുന്നത് എന്നാണ് ഈ പറയുന്ന ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹ്മഹുല്ല. അദ്ദേഹം അറിവന്വേഷിച്ചുകൊണ്ട് യാത്ര പോവുകയും അതിനുവേണ്ടി സമയം ചെലവഴിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൃഷിയിടങ്ങളിൽ പോയി ജോലിയെടുത്ത് തൻ്റെ ചെറിയ സഹോദരന് വേണ്ട എല്ലാ ആവശ്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു എന്നും പറയുന്നുണ്ട്. എന്നാൽ ആ സഹോദരനും ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മരണപ്പെട്ടു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിൻ്റെ 8ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുത്തും വായനയും പഠിക്കാൻ വേണ്ടി നാട്ടിൽ തന്നെയുള്ള മദ്രസയിൽ ചേരുകയും അങ്ങനെ എഴുത്തും വായനയും പഠിച്ചു എന്നാണ്. ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഏറ്റവും കൂടുതൽ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു പണ്ഡിതൻ അഷെയ്ഖ് അൽ അല്ലാമ അബ്ദുള്ള അൽ ഖർആവി റഹിമഹുല്ലയാണ്. ഖർആവി റഹിമഹുല്ലയാണ് ഷെയ്ഖിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുണ്ടാക്കിയ വ്യക്തി എന്ന് പറയപ്പെടുന്നുണ്ട്. ഷെയ്ഖിൻ്റെ ആദ്യത്തെ ഉസ്താദാണ് ഖർആവി. ഖർആവി വളരെ പ്രശസ്തനായ പണ്ഡിതനാണ്. ഹാഫിൽ അൽ ഹക്കമി റഹിമഹുല്ലയുടെ ഉസ്താദാണ്. ഖർആവിയെക്കുറിച്ച് ഷെയ്ഖ് പറയുമ്പോൾ വളരെ മികച്ച രൂപത്തിൽ ഷെയ്ഖിനെ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഖർആവി ഒരു മുജദ്ദിദായിരുന്നു ഒരു മുജദ്ദിദായി പരിഗണിക്കപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഖർആവി എന്നത്. അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ശിർക്കും ഖുറാഫാത്തുമെല്ലാം പ്രചരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വളരെ നൈർമല്യത്തോടുകൂടി ഒരാളോടും ദേഷ്യപ്പെടാതെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തൗഹീദിലേക്കുള്ള പ്രബോധനം എന്നെടുത്തു പറയുന്നുണ്ട്. ആളുകളെ വെറുപ്പിക്കുന്നതിലും അതോടൊപ്പം തന്നെ കഠിനമായി പെരുമാറുന്നതിലും അങ്ങേയറ്റം വിദൂരത്തായിരുന്നു ഷെയ്ഖ് ഖർആവി എന്ന് പറയുന്നുണ്ട്. കാന ലാ യസുബ്ബാൻ, അവർ രണ്ടുപേരും, ഉസ്താദായ ഖർആവിയും ശിഷ്യനായ ഹാഫിൽ അൽ ഹക്കമിയും, അവർ ചീത്ത പറയാറില്ല. വലാ യഹ്ജുറാനി അഹദൻ, ഒരാളെയും അവർ അകറ്റി നിർത്താറില്ല. ഹസ്ബ ഇൽമി, എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ അവരാരും തന്നെ ചെയ്തിട്ടില്ല എന്ന്. ആ ഖർആവിയുടെ തർബിയത്തോടു കൂടിയിട്ടാണ് ഷെയ്ഖ് റബീ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ല വളർന്നു വരുന്നത്. അങ്ങനെ അദ്ദേഹം വളർന്നു വരികയും അവിടെ തന്നെയുള്ള ഒരു മദ്രസയിൽ അദ്ദേഹം ചേരുകയും പിന്നീട് ആ മദ്രസയിൽ അദ്ദേഹത്തിൻ്റെ പഠനം തുടർന്നു കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. എത്രത്തോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം തന്നെ പങ്കുവെക്കുന്ന ഒരു അനുഭവം, മാ അസ്ബഹ ഉംരി 12 സന ഇല്ലാ വഅറാ നഫ്സി റജുലൻ വലാ അജ്ലിസു ഇല്ലാ മഅൽ കിബാരി വശുയൂബ. അദ്ദേഹം ഒരു 12 വയസ്സാകുമ്പോൾ തന്നെ അദ്ദേഹം വലിയ വലിയ മഹത്തുക്കളുടെ കൂട്ടത്തിൽ അവരുടെ സദസ്സിൽ അറിവന്വേഷിക്കാൻ വേണ്ടി ഷെയ്ഖ് റബീ ഇരുന്നതായി ചരിത്രം പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി അദ്ദേഹം അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ ഒരു മദ്രസ ആരംഭിക്കാൻ, അദ്ദേഹം എഴുത്തും വായനയൊക്കെ പഠിച്ച് അദ്ദേഹം മദ്രസയിലേക്ക് ചേരുകയാണ്. അൽ മദ്രസത്തു സലഫിയ ബി മദീനത്തി സ്വാമിത്ത എന്ന പട്ടണത്തിലുള്ള ഒരു സലഫി മദ്രസയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയത് എന്ന്. ഈ മദ്രസ സ്ഥാപിക്കുന്നത് ഖർആവിയാണ്. ഖർആവി ആ നാട്ടുകാരനല്ല. ഖർആവി വേറെ നാട്ടിൽ നിന്ന് വന്ന് അവിടെ ഒരു മദ്രസ സ്ഥാപിക്കുകയാണ് ചെയ്തത്. അവിടെ ആ മദ്രസയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ മദ്രസയുടെ സിലബസും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ വളരെ മികച്ച സിലബസ് ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഖർആവി അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നത് എന്ന്. അതോടൊപ്പം തന്നെ ഒരു പണവും അതിന് പകരമായി വാങ്ങാതെ സൗജന്യമായിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിരുന്നത് എന്ന്.
മഹത്തുക്കളായ കഴിഞ്ഞ കാലത്തുള്ള പണ്ഡിതന്മാരൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങനെയായിരുന്നു അവർ അവരുടെ പ്രബോധനങ്ങൾ നടത്തിയിരുന്നത് എന്നാണ്. ഒരു ഒമാനിലെ ഒരു പണ്ഡിതനെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു വർഷത്തിൽ പകുതി വർഷം അദ്ദേഹം ജോലി എടുക്കുകയും ബാക്കി പകുതി വർഷം അദ്ദേഹം തൗഹീദിന്റെ പ്രചാരണത്തിന് വേണ്ടി കുട്ടികളെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം സൗജന്യമായി പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം കച്ചവടത്തിനു വേണ്ടി വരാറുണ്ടായിരുന്നത് ഇന്ത്യയിലേക്കാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കർആബിയുടെ മദ്രസയിലേക്ക് ചേരുകയും ആ മദ്രസയുടെ അവസ്ഥക്ക് വിശദീകരിക്കുന്നത് നമുക്കറിയാം. പഴയ കാലത്താണ് ഓലയിൽ മെടഞ്ഞുകൊണ്ട് ആ രൂപത്തിലുള്ള ഒരു മദ്രസയായിരുന്നു അന്ന് ഉണ്ടായിരുന്നതെന്ന്. ആ മദ്രസയിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും പുസ്തകങ്ങളും പേനയും അതുമായി ബന്ധപ്പെട്ട അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സൗകര്യങ്ങളാണോ വേണ്ടത് അതൊക്കെ സൗജന്യമായി അവർക്ക് കൊടുത്തിരുന്നു എന്നാണ്. അങ്ങനെ അവിടെ നിന്ന് പഠനം ആരംഭിച്ചു. ആ പഠനം അദ്ദേഹം ഇങ്ങനെ തുടർന്നു കൊണ്ടുപോയി. ശേഷം അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ഒരുപാട് ഷേഖന്മാർ ആ ഒരു മദ്രസയിലേക്ക് പഠിപ്പിക്കാനായി വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. വ്യത്യസ്ത ഉസ്താദുമാർ അവിടെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഉസ്താദുമാരുടെ കൂട്ടത്തിൽ ഒരാളാണ് ഈ പറയുന്ന ഖർആബി എന്ന് പറയുന്ന പണ്ഡിതൻ. അതോടൊപ്പം തന്നെ അവിടെ ഉസ്താദായി ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഹാഫിൽ അൽ ഹക്കമി റഹിമഹുല്ല. മറ്റൊന്ന് ഹാഫിൽ അൽ ഹക്കമിയുടെ സഹോദരനായ വ്യക്തിയും അവിടെ മദ്രസയിൽ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മൂന്നാമത്തേത് അവിടെ അദ്ദേഹത്തിന് പഠിപ്പിച്ചത് ഷെയ്ഖുന ഷെയ്ഖ് അഹ്മദ് ബിൻ യഹ്യ അൻ നജ്മി റഹിമഹുല്ല. ഈ പറയുന്ന പണ്ഡിതനും അവിടെ ആ മദ്രസയിൽ പഠിപ്പിച്ചിരുന്നു എന്ന്. അദ്ദേഹം ഷെയ്ഖ് റബീഇനെ കുറിച്ച് പറയുന്നത്, ലാകിൻ ഷെയ്ഖ് റബീഅ് ഖൈറു മിന്നി, ഷെയ്ഖ് റബീഅ് എന്നെക്കാളും ഖൈറായ വ്യക്തിയാണെന്ന്. അതായത് ഒരു ഉസ്താദ് ഒരു ശിഷ്യന് ഏറ്റവും നല്ലത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ശിഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ തസ്കിയത്താണ്. ഉസ്താദ് പറയുന്നത് എന്നെക്കാളും മികച്ചവനാണ് ആര്? ഷെയ്ഖ് റബീഅ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ലിഅന്നഹു മുജാഹിദുൻ ഫി ഇഹ്യാഇ സുനൻ, കാരണം സുന്നത്തിനെ ജീവിപ്പിച്ച അതിനുവേണ്ടി പരിശ്രമിച്ച ജിഹാദ് ചെയ്ത വ്യക്തിയാണ്. വ ഇമാതത്തിൽ ബിദ്അ, ബിദ്അത്തിനെ നഖശികാന്തം എതിർത്ത, വറദ്ദി അലൽ മുബ്തദിഈൻ, ബിദ്അത്തിന്റെ ആളുകൾക്കുള്ള ഒരു പേടി സ്വപ്നമായിരുന്നു ഷെയ്ഖ് റബീഅ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. മറ്റൊന്ന് ഷെയ്ഖ് മുഹമ്മദ് സഗീർ അൽ മുഹ്സിൻ എന്ന് പറയുന്ന പണ്ഡിതൻ അവിടെ പഠിപ്പിച്ചിരുന്നു. അങ്ങനെ കുറച്ചു കാലത്തിന് ശേഷമാണ് അവിടത്തേക്ക് മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുല്ല ആ മഅഹദിൽ ആ ഒരു മദ്രസയിൽ ഉസ്താദായി വന്നത് എന്ന്. മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുല്ലയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ വാക്കുകളായിരുന്നു പറയാറുണ്ടായിരുന്നത് എന്ന്. അതായത് അഖീദ വിശദീകരിക്കുന്ന വിഷയത്തിൽ മുഹമ്മദ് അമാൻ അൽ ജാമി റഹിമഹുല്ലക്ക് ഉണ്ടായിരുന്ന കഴിവ് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഒരാൾക്കുമില്ലാത്ത അതീവ കഴിവ്, കുട്ടികൾക്ക് ഒരു മസ്അല കൃത്യമായി മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങേയറ്റത്തെ തഫ്ഹീമിനുള്ള കഴിവ് അമാനുൽ ജാമി റഹിമഹുല്ലക്ക് ഉണ്ടായിരുന്നു എന്നാണ്. വല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ റഅയ്തു അഹദൻ, ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, യുഹ്സിനു തദ്രീസൽ അഖീദ, അഖീദ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഇത്രയും നൈപുണ്യമുള്ള, അത് കുട്ടികൾക്ക് വളരെ വ്യക്തമാക്കി കൊടുക്കാൻ കഴിവുള്ള ഒരു പണ്ഡിതനെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഷെയ്ഖ് അമാൻ അൽ ജാമി റഹ്മഹുല്ലയെ കുറിച്ച് ഒരുപാട് പുകഴ്ത്തി പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഷെയ്ഖ് റബീഇനെ കുറിച്ച് പറയുന്നിടത്ത് അദ്ദേഹം അറബിയും അദബും ബലാഗയും അറൂദും ഒക്കെ അതീവ താല്പര്യത്തോടു കൂടി പഠിച്ചിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ അൽഫിയ ഇബ്നു മാലിക് റഹ്മഹുല്ലയുടെ 1000 വരിയുള്ള കവിതയാണ്. അത് അദ്ദേഹം മനഃപ്പാടമാക്കിയിരുന്നു എന്നാണ്. അദ്ദേഹം മനഃപ്പാടമാക്കുന്നതിൽ അതീവ തൽപരനായിരുന്നു എന്നും പറയുന്നുണ്ട്. ഷെയ്ഖിന്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ വായനക്കും പഠനത്തിനും പ്രാധാന്യം നൽകിയ അത്ര ജീവിതത്തിൽ മറ്റൊന്നിനും തന്നെ അദ്ദേഹം പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് വായനക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മൂത്ത മകനായ മുഹമ്മദ് ബിൻ റബീഅ് അദ്ദേഹം രേഖപ്പെടുത്തുന്നത്, വ ഉഹിബ്ബു അൻ ഉനബ്ബിഹ ഹുനാ ഇലാ അന്നൽ വാലിദ ഹഫിളഹുല്ലാഹ് കാന മുദാവിമൻ അലൽ ഖിറാഅത്തി വൽ ഇത്തിലാ, എപ്പോഴും വായിക്കുന്ന പഠനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഉപ്പ എന്ന് പറയുന്നുണ്ട്. ഒരുപാട് ഷെയ്ഖുമാരിൽ നിന്ന് അറിവ് സ്വീകരിക്കുകയും ശേഷം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യയുടെയും ഇബ്നുൽ ഖയ്യിം റഹിമഹുമുള്ള ഇവരുടെയും എല്ലാം പുസ്തകത്തിൻ്റെ മുമ്പിൽ ചടഞ്ഞുകൂടുകയും അത് വായിച്ചെടുക്കുകയും അതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് പിന്നെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങിയത് എന്നാണ്. അതായത് ഉറങ്ങാൻ വേണ്ടിയല്ലാതെ വായന ഒഴിവാക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. വായന ഒഴിവാക്കുകയാണെങ്കിൽ പോലും ഉറങ്ങാൻ വേണ്ടി എടുക്കുന്ന ആ സമയത്ത് മാത്രമായിരുന്നു. ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഉപ്പം ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് എണീക്കുന്ന, എഴുന്നേറ്റിട്ട്
മകനെ വിളിക്കുകയും എന്തെങ്കിലും രേഖപ്പെടുത്താൻ, ഫായിദകൾ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഉറക്കുന്ന എഴുന്നേറ്റ് ഇത് രേഖപ്പെടുത്തണം എന്ന് പറയാറുണ്ടായിരുന്നു എന്നാണ്. അതായത് ഇമാം ബുഖാരി റഹ്മഹുല്ലയെ കുറിച്ച് ഇബ്നു ഹജർ റഹ്മഹുല്ല പറയുന്നത്, ഇമാം ബുഖാരി റഹ്മഹുല്ല ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കിൽ നിന്നൊരു 16 വട്ടമെങ്കിലും എന്ത് ചെയ്യാറുണ്ടായിരുന്നു, എഴുന്നേൽക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ദീനീപരമായ ചിന്തകൾ എഴുതി വെക്കാറുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷെയ്ഖ് റബീഇനെ കുറിച്ച് പറയുന്ന മറ്റൊരു വിഷയം എന്നുള്ളത്, ഷെയ്ഖ് റബീഇൻ്റെ ഏറ്റവും അടുത്ത അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്ന ഒരു മകൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നുണ്ട്. ജീവിതകാലത്ത് തന്നെ മരണപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അത് അദ്ദേഹത്തിന് വല്ലാത്ത വിഷമം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം അത് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാണ്. വല്ലാത്ത ദുഃഖഭാരത്തിലൂടെയാണ് അദ്ദേഹം ആ ദിവസം തള്ളി നീക്കിയത്. അപ്പം അദ്ദേഹത്തെ കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികൾ പോയി എന്നാണ്. വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഖാസായ ചില വിദ്യാർത്ഥികൾ പോയ സമയത്ത് ഷെയ്ഖ് പുസ്തകം വായിക്കുകയായിരുന്നു എന്നാണ്. ഷെയ്ഖ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷെയ്ഖിനോട് സംസാരിക്കുന്ന സമയത്ത് ഷെയ്ഖ് പറഞ്ഞത്, കുറച്ചെങ്കിലും എനിക്കിപ്പോൾ സമാധാനം കിട്ടുന്നത് ഈ പുസ്തകം വായിക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു എന്നാണ്. അങ്ങനെ ഷെയ്ഖ് വിടാതെ എന്ത് ചെയ്തു, പുസ്തകം വായിച്ചു കൊണ്ടേയിരുന്നു എന്നാണ്. തൻ്റെ മകളുടെ വേർപാടിൽ ആ ഒരു ദുഃഖം മാറ്റാൻ വേണ്ടി ഷെയ്ഖ് അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവിടെ നാട്ടിലെ മദ്രസ പഠനം കഴിഞ്ഞ് നേരെ റിയാദിലേക്ക് പോവുകയാണ്. റിയാദിൽ ഒരു 3 മാസം എന്ത് ചെയ്യുന്നുണ്ട്, പഠനം നടത്തുന്നുണ്ട്. അതിനുശേഷമാണ് ജാമിയത്തുൽ ഇസ്ലാമിയ ബിൽ മദീനത്തിൽ മുനവ്വറ, അതായത് ജാമിയ ഇസ്ലാമിയ എന്ന യൂണിവേഴ്സിറ്റി ആരംഭിക്കുന്നത്. അപ്പോൾ ആ ആരംഭിക്കുന്ന സമയത്ത് 1ാമത്തെ ബാച്ചിലെ വ്യക്തിയാണ് ആര്, ഷെയ്ഖ് റബീ എന്നാണ്. 1ാമത്തെ ബാച്ചിലെ വ്യക്തിയായിരുന്നു ഷെയ്ഖ് റബീ. അങ്ങനെ ആ ബാച്ചിലേക്ക് എന്ത് ചെയ്യുന്നു, അദ്ദേഹം അവിടെ ചേരുന്നു. ഉസ്താദായിട്ട് അന്നുള്ളത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, അതേപോലെ തന്നെ അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ഹഫിളഹുല്ല, പിന്നെയുള്ളത് അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ പണ്ഡിതന്മാരായിരുന്നു അവിടെ ജാമിയയിൽ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അവിടെ പഠിപ്പിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ ഇവരുടെ കൂട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഷെയ്ഖ് റബീ വളർന്നു വരുന്നത് എന്നാണ്. ആ ക്ലാസ്സിലെ ഏറ്റവും ടോപ്പറായിരുന്നു ഷെയ്ഖ് റബീ. അന്ന് നിലവിലുണ്ടായിരുന്ന 1ാമത്തെ ബാച്ചിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയായിരുന്നു ഷെയ്ഖ് റബീ എന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച ആളുകളൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ അവിടെയുള്ള പഠനം കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല അവിടെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഷെയ്ഖ് റബീഇനെ നിയമിച്ചു എന്നാണ്. അവിടെ തന്നെ പഠിപ്പിക്കാൻ വേണ്ടി അവിടെ അതിൻ്റെ ഇടയിലാണ് ഷെയ്ഖ് റബീ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലേക്കുള്ള ഒരു യാത്ര നടത്തുന്നുണ്ട്. അതായത് ഇന്ത്യയിലെ ബനാറസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, 3 വർഷത്തോളം ഷെയ്ഖ് ഉണ്ടായിരുന്നു എന്നാണ്. ജാമിയ സലഫിയ ബി ബനാറസ്, അവിടെ ഒരു 3 വർഷത്തോളം ഷെയ്ഖ് റബീഉം അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരു പണ്ഡിതനും ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ആ ജാമിയയിൽ അദ്ദേഹം പഠനം പൂർത്തീകരിക്കുകയും അവിടെ തന്നെ പഠിപ്പിക്കുകയും ആ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ഒരുപാട് പുറത്തു നിന്നുള്ള ഒരുപാട് ദർസുകൾ അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൻ്റെ സമയം കഴിഞ്ഞാൽ അവിടെ മറ്റു ദർസുകൾ നടക്കും. അപ്പോൾ ആ ദർസുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, പങ്കെടുക്കാറുണ്ടായിരുന്നു എന്നാണ്. ഷെയ്ഖിന് ആദ്യം ഇബ്നു ബാസ് റഹിമഹുല്ലയാണ് അൽ അഖീദത്തു ത്വഹാവിയ പഠിപ്പിച്ചു കൊടുത്തത്. എന്നാൽ ഇബ്നു ബാസ് റഹിമഹുല്ല വളരെ തിരക്ക് പിടിച്ച ഒരു ഘട്ടം വന്നപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം മാറിയിട്ട് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദാണ് എന്ത് ചെയ്യുന്നത്, ആ പുസ്തകം എടുത്തിരുന്നത് എന്ന്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയുടെ ആ വിഷയത്തിലുള്ള ദർസ് കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, അതീവ തൽപരനാവുകയും അതോടൊപ്പം തന്നെ ഷെയ്ഖ് ഇബ്നു ബാസിനെ വിടാതെ പിടികൂടിയിരുന്നു എന്നാണ്. ഷെയ്ഖ് ഇബ്നു ബാസിനെ കുറിച്ച് പറയുമ്പോൾ ഷെയ്ഖ് റബീ റഹിമഹുല്ലക്ക് 100 വാക്കുകളായിരുന്നു എന്നാണ്. നിത്യവും എന്ത് ചെയ്യും, ഷെയ്ഖ് ഇബ്നു ബാസിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്, ഒരുപാട് പാഠങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു എന്നാണ്. അതായത് അറിവിൻ്റെ മാധുര്യം നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, അറിവിൻ്റെ യഥാർത്ഥ മാധുര്യത്തിലൂടെ ഒരു വിദ്യാർത്ഥിക്ക് കടന്നു പോകാൻ സാധിക്കണമെങ്കിൽ അത് പണ്ഡിതന്മാരുടെ അടുത്തിരുന്ന് അവരുടെ സ്വഭാവവും അവരുടെ അദബും ഒക്കെ പഠിച്ചെടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, യഥാർത്ഥ അറിവ് നമുക്ക് നേടാൻ സാധിക്കുക എന്നുള്ളതാണ്. എല്ലാ സലഫുകളും പറയുന്ന വിഷയമാണ്, നമ്മൾ ആദ്യം ഒരു പണ്ഡിതനിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അദബാണ്, ഡിസിപ്ലിനാണ് എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് ഓൺലൈനിൽ പഠിച്ചാൽ ഒരിക്കലും എന്ത് ചെയ്യൂല, ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ പണ്ഡിതന്മാരും പറയുന്നത് അസ്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരിട്ട് പഠിക്കുക എന്നുള്ളതാണ്. നേരിട്ട് ഒരു പണ്ഡിതൻ്റെ മുന്നിൽ ഇരുന്ന് പ്രയാസപ്പെട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. അൽ ഇൽമു ലാ യുനാലു ബിറാഹത്തിൽ ജിസ്മു, ശരീരത്തിന് നല്ല റാഹത്തൊക്കെ നൽകിക്കൊണ്ട് അറിവ് നേടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആർക്കും എന്ത് ചെയ്യാൻ പറ്റൂല,
അറിവ് സ്വീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ അറിവിന് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. ഷെയ്ഖിൻ്റെ യാത്രകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് യാത്രകൾ എന്ത് ചെയ്തിരുന്നു, ഷെയ്ഖ് നടത്തിയിരുന്നു എന്നാണ്. അതായത് അദ്ദേഹത്തിൻ്റെ നാട്ടിൻ്റെ പുറത്തും അതോടൊപ്പം തന്നെ നാട്ടിലും ഒരുപാട് യാത്രകൾ നടത്തിയതായി അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം രേഖപ്പെടുത്തിയ ആളുകളൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിലേക്ക് പോയിട്ടുണ്ട്, മിസ്റിലേക്ക് പോയിട്ടുണ്ട്, യമനിലേക്ക്, ബംഗ്ലാദേശിലേക്ക്, സുഡാനിലേക്ക്, അങ്ങനെ ഒരുപാട് യാത്രകൾ, കുവൈത്തിലേക്കും മഗ്രിബിലേക്കും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അറിവിൻ്റെ അന്വേഷണാർത്ഥം യാത്രയിലേക്ക് പോയിട്ടുണ്ടെന്ന്. അത് ഇന്ത്യയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം 2 പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന്. അദ്ദേഹം ഒരു സമയത്ത് ഷാമിലേക്ക് പോവുകയും എന്നാൽ ഷാമിൽ പോയിട്ട് അദ്ദേഹത്തിന് തൃപ്തിയായില്ല എന്നാണ്. ഷാമിലുള്ള പണ്ഡിതന്മാർ അദ്ദേഹം തൃപ്തി അടയാതെ വീണ്ടും എന്ത് ചെയ്തു, ഇന്ത്യയിലേക്ക് വന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു പുസ്തകം രചിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പ്രിൻ്റ് അച്ചടിക്കുന്നത് ഇന്ത്യയിലായിരുന്നു എന്നാണ്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സമയത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഉലമാക്കളുടെ കേന്ദ്രമായിരുന്നു എന്നാണ്. ഉലമാക്കളുടെ കേന്ദ്രമായിരുന്നു ഇന്ത്യ എന്ന് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും നദീർ ഹുസൈൻ അദ്ദഹ്ലവി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു ഇന്ത്യയിലുള്ള ഒരുപാട് പണ്ഡിതന്മാരെന്നാണ്. ഇന്ത്യയിൽ പിൽക്കാലത്ത് ജീവിച്ച ഒരുപാട് പണ്ഡിതന്മാർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണെങ്കിൽ പല വിഷയത്തിലും അഗ്രഗണ്യന്മാരായിരുന്നു എന്നാണ്. പ്രത്യേകിച്ചും ഹദീസിൻ്റെ വിജ്ഞാനത്തിൽ. അപ്പോൾ ഹദീസിൻ്റെ വിജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല പറയുന്നത്, അദ്ദേഹം വളരെ ശിദ്ദത്തുള്ള ആളും എന്നാൽ വളരെ റിഖത്തുള്ള ആളുമായിരുന്നു എന്നാണ്. ചില വിഷയങ്ങളിൽ വളരെ കണിശമായിരിക്കും ഷെയ്ഖിൻ്റെ നിലപാട്, എന്നാൽ അതേ സമയത്ത് ചില വിഷയത്തിൽ വളരെ ലോലനായിരിക്കും ഷെയ്ഖ് എന്ന് പറയുന്നുണ്ട്. അതായത് അദ്ദേഹം ദീനിൻ്റെ വിഷയത്തിൽ വളരെ കൃത്യമായ നിലപാടുള്ള വ്യക്തിയാണ്, എന്നാൽ അത് പറഞ്ഞു കൊടുക്കുന്നിടത്ത് വളരെ നസീഹത്ത് അദ്ദേഹം കാത്തു സൂക്ഷിച്ചിരുന്നു എന്നാണ്. ചില ആളുകളെങ്കിലും ഷെയ്ഖിനെതിരെ പറയുന്ന കളവുകളിലൊന്നാണ് ഷെയ്ഖ് എന്ത് ചെയ്തിരുന്നു, തെറി വിളിച്ചിരുന്നു, ആളുകളോട് മോശമായി സംസാരിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരിക്കലും അത് അംഗീകരിക്കാൻ സാധിക്കാത്ത വിഷയമാണ്. ഷെയ്ഖിൻ്റെ ജീവിതം ഒരാവർത്തി വളരെ നീതിയോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അങ്ങനെ പറയാൻ സാധിക്കുകയില്ല എന്ന്. ഷെയ്ഖിനെ കുറിച്ച് ആരൊക്കെ അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുണ്ടോ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞ വിഷയമാണ് ഷെയ്ഖിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്. അദ്ദേഹം തന്നെ ഒരിക്കൽ പറയുന്നുണ്ട്, അൽ ഇസ്ലാമു യുഹാരിബുൽ അഖ്ലാഖർ റദീല അശദ്ദൽ ഹർബ്. ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, മോശമായ സ്വഭാവത്തോട് വലിയ യുദ്ധമാണ് ഇസ്ലാം ചെയ്യുന്നത്. കുല്ലുൽ അഖ്ലാഖിർ റദീല യുഹാരിബുൽ ഇസ്ലാം. എല്ലാ മോശപ്പെട്ട സ്വഭാവത്തെയും ഇസ്ലാം വെറുക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സത്യസന്ധത, അദ്ദേഹം പറയുന്നത് ഫഅലൽ മുസ്ലിമി സലഫി അസ്സാദിഖ് അൻ യതഹറ സിദ്ഖ്. സലഫിയായ ഒരു മുസ്ലിം എന്ത് ചെയ്യേണ്ടതുണ്ട്, അവൻ സത്യസന്ധത കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. വ അൻ യതജന്നബൽ കദിബ, അവൻ കളവ് ഒഴിവാക്കേണ്ടതുണ്ട്. വയഹ്ദറഹു, അതിൽ നിന്ന് അവൻ വിട്ടു നിൽക്കേണ്ടതുണ്ട്. വയുറബ്ബി അല സിദ്ഖി യുറബ്ബി നഫ്സഹു വ ഉസ്റതഹു, അവൻ്റെ നഫ്സിനെയും അവൻ്റെ കുടുംബത്തെയും അവൻ എന്ത് ചെയ്യണം, നല്ല തർബിയത്തോടുകൂടി, സത്യത്തിൻ്റെ തർബിയത്തോടുകൂടി അവൻ വളർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. ഫൽ കദിബു സിഫത്തുൻ അസാസിയത്തുൻ ഫി ഹയാത്തിൽ മുനാഫിഖീൻ. മുനാഫിഖീങ്ങളുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് കളവ് പറയുക, വഞ്ചിക്കുക എന്നത്. ഫൽ നുഹദ്ദിരിൽ കദിബ്, അതുകൊണ്ട് കളവ് പറയുന്നതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം. അൽ കദിബു അഖ്ബസു മിനൽ ബിദ്അ യാ ഇഖ്വാൻ. ഓ സഹോദരങ്ങളെ, കളവ് എന്നത് ബിദ്അത്തിനേക്കാളും വളരെ ഗൗരവമുള്ളതാണ്. വൽ കദ്ദാബു അഖ്ബസു ഇൻദ അഹ്ലി സുന്ന മിനൽ മുബ്തദി. മുബ്തദിഈനേക്കാളും അഹ്ലു സുന്നയുടെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ഖബീസായ വ്യക്തിയാണ് കള്ളന്മാർ, കളവ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അൽ മുബ്തദിഉ യുർവ അൻഹു റവൗ അനിൽ ഖദരിയ റവൗ അനിൽ മുർജിയ റവൗ അൻ ഗൈരിഹിം മിൻ അസ്നാഫി അഹ്ലിൽ ബിദ്അ മാ ലം തകുൻ ബിദ്അ കുഫ്രിയ മാ ലം യകുൻ കദ്ദാബൻ. വശൈഖു ഹഫിളഹുല്ലാഹ് സാദിഖദ് ദിയാനതി വൽ ലഹ്ജ. വളരെ സത്യസന്ധത പുലർത്തുകയും ജീവിതത്തിൽ കൃത്യമായ നിഷ്ഠ ഷെയ്ഖ് പാലിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ ചില ആളുകളെങ്കിലും ഷെയ്ഖിനെ അങ്ങനെ വിമർശിക്കുന്നുണ്ട്. ആ വിമർശനത്തിൻ്റെ വസ്തുത നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, എന്തിനാണ് ഷെയ്ഖ് അങ്ങനെ വിമർശിക്കപ്പെടുന്നത് എന്നൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ യാതൊരു സത്യസന്ധത ഇല്ലാന്ന്. എന്തിന് ഷെയ്ഖ് വിമർശിക്കപ്പെട്ടു എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, മതരാഷ്ട്രവാദികളായ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ. മതരാഷ്ട്രം പറയുന്ന ഒരു രാഷ്ട്രം
അതിൽ ഇസ്ലാമിക രാഷ്ട്രമായാൽ മാത്രമാണ് അവിടെയുള്ള മുസ്ലിമീങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ, അവരുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. അതല്ലാത്തിടത്തോളം കാലം അവിടെയുള്ള എല്ലാ ആളുകളും കാഫിറുകളാണ്, അവർ ജാഹിലിയത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞു വെച്ച ആളുകളുണ്ട്, എന്ന് എഴുതി വെച്ച ആളുകളുണ്ട്. അപ്പൊ അതിനെതിരെ വളരെ കണിശമായ നിലപാടെടുത്ത പണ്ഡിതനായിരുന്നു ഷെയ്ഖ് റബീഉ ഇബ്നു ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാ. അപ്പൊ ആ മതരാഷ്ട്രവാദത്തിനെതിരെ സംസാരിച്ചതിന്റെ പേരിലാണ് എന്ത് ചെയ്തത്, ഈ പറയുന്ന ഷെയ്ഖ് റബീഉ ഹഫിളഹുല്ലാ വിമർശന വിധേയമായത്. അപ്പൊ ആ വിമർശനം നമ്മൾ വളരെ കൃത്യമായി വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കും എന്ത് ചെയ്യാൻ പറ്റൂല, അദ്ദേഹത്തിന്റെ വിമർശനത്തെ കൃത്യമായി മറുപടി പറയാൻ പറ്റൂല എന്നാണ് ഷെയ്ഖ് റബീഉ വെല്ലുവിളിക്കുന്നുണ്ട്. ഷെയ്ഖ് റബീഉ റഹിമഹുല്ലാ വെല്ലുവിളിക്കുന്നുണ്ട്. ആ വെല്ലുവിളി ഇന്നും ബാക്കിയാണ്. ഇഖ്വാനികളായ സഹോദരന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ആ വെല്ലുവിളി ഏറ്റെടുത്ത് ഉത്തരം പറയാം. ഷെയ്ഖ് പറയുന്നത് ബൈനനാ വബൈനകും കുതുബുസ് സലഫ്, ഞങ്ങൾക്കിടയിലും നിങ്ങൾക്കിടയിലും സലഫുകളുടെ ഗ്രന്ഥങ്ങൾ ബാക്കിയാണ്. ഞാൻ പറയുന്നത് എൻ്റെ വകയാണ് ഞാൻ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സലഫുകളുടെ പുസ്തകം വെച്ച് നിങ്ങൾക്ക് തെളിയിക്കാം. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം, മുന്നിൽ വരണം. നിങ്ങൾക്ക് എന്തായാലും എന്ത് പറ്റൂല, അതിന് നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് ഷെയ്ഖ് തറപ്പിച്ചും ഉറപ്പിച്ചും പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന സയ്യിദ് കുത്തുബിനെ പോലെയുള്ള, മൗദൂദിയെ പോലുള്ള ആളുകൾ എന്താണോ അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് അത് എടുത്തു ഉദ്ധരിച്ച് ഇതാണ് ഇവർ പറയുന്ന മതം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ നമ്മൾ ഒരാളെ വിമർശിക്കുകയാണ് എങ്കിൽ എന്ത് സത്യസന്ധതയാണ് അതിലുള്ളത്? ഒന്നുമല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ് എന്ന് വായിച്ച് പഠിച്ച് അതിനെതിരെ എന്തെങ്കിലും നമുക്ക് പറയാൻ പറ്റണം. അതല്ലാതെ ഇവർ മദാഖിലകളാണ്, മദ്ഖലികളാണ്, റസലാനിൻ്റെ ആളുകളാണ്, ജാമികളാണ് ഇവർ എന്നൊക്കെ പേര് വിളിച്ച് എത്ര തന്നെ നിങ്ങൾ കളിയാക്കാൻ ശ്രമിച്ചാലും ആ കളിയാക്കലൊന്നും എന്ത് ചെയ്യൂല, അത് വില പോകില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എത്ര കൂട്ടിയാലും നിങ്ങളെ കൊണ്ട് അത് കൂട്ടിയെടുക്കാൻ സാധിക്കാത്ത ഒരു വിഷയമാണെന്ത്, ഷെയ്ഖിനെതിരെ നിങ്ങൾ വിമർശനം പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യാം, തിരിച്ചു വരിക. അതുകൊണ്ട് വിമർശനത്തിന് നിൽക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മുഖംമൂടി എന്ത് ചെയ്യും, അത് അഴിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങളുടെ മുഖംമൂടി അത് അഴിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം വളരെ വ്യക്തമായി ഒരുപാട് പുസ്തകത്തിലൂടെ ഇഖ്വാനികളുടെ അജണ്ടകളും അവർ കാലങ്ങളായി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പദ്ധതികൾക്കും എല്ലാത്തിനും തടസ്സം സൃഷ്ടിച്ച ഒരു പണ്ഡിതനായിരുന്നു ഷെയ്ഖ് റബീഉ എന്നാണ്. അതായത് സലഫി ലോകത്ത് ഈ പറയുന്ന ഇഖ്വാനികൾ പിടിമുറുക്കുന്നത് അത് കൃത്യമായി വീക്ഷിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് ഷെയ്ഖ് റബീഉ ആയിരുന്നു. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസിനോ ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ ഇവർക്കൊന്നും ആദ്യം അത് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ്. ഒരു മീറ്റിങ്ങിൽ ഈ പറയുന്ന ഇഖ്വാനികളെ കുറിച്ച് ചില പണ്ഡിതന്മാരെങ്കിലും പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവിടെ അന്ന് ഇന്ത്യയിലെ പണ്ഡിതനായിരുന്ന അബ്ദുസ് സമദ് അൽ കാത്തിബ്, കെ മൗലവിയുടെ മകനാണ്, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പറഞ്ഞതാണ് ഇവരെ പുകഴ്ത്താൻ പാടില്ല, ഇവർക്ക് ഒളിയ അജണ്ടകളുണ്ട്, ഇതിനെതിരെ നമ്മൾ ശബ്ദിക്കേണ്ടതുണ്ട് എന്ന് ഷെയ്ഖ് ഇബ്നു ബാസിന്റെ സന്നിധിയിൽ നിന്നിട്ടാണ് എന്ത് ചെയ്തത്, അബ്ദുസ് സമദ് അൽ കാത്തിബ് റഹിമഹുല്ലാ സംസാരിച്ചത് എന്ന്. ആ സമയത്ത് അവർ അത്ഭുതത്തോടു കൂടി ചോദിക്കുന്നുണ്ട്. കാരണം അന്ന് എന്ത് ചെയ്യില്ല, അന്ന് ആ പറയുന്ന സൗദിയിലുള്ള ഉലമാക്കൾക്ക് ഇവരുടെ പ്രശ്നങ്ങൾ ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ്. അബ്ദുസ് സമദ് അൽ കാത്തിബിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചത്, ഇവർക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ടെന്ന് ആരാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അല്ലമനി അബി, എൻ്റെ ഉപ്പയാണ് എന്ത് ചെയ്തത്, എനിക്ക് പഠിപ്പിച്ചു തന്നത്. അതായത് ഒരു വേള കേരളത്തിലുള്ള ഉലമാക്കൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെയുള്ള ഉലമാക്കൾക്ക് അറിയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിട്ടുണ്ട് എന്ന് അഷ്റഫ് മലൈബാരി ഹഫ്ളഹുല്ലാ അദ്ദേഹം പങ്കെടുത്ത ഒരു മീറ്റിങ്ങിൻ്റെ ഒരു സംഭവം അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വിമർശന വിധേയമായത് ഒരിക്കലും എന്തല്ല, അത് സത്യസന്ധമായ ഒരു വിമർശനമേ അല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചില ഫത്വ കൊടുക്കുന്ന മുഫ്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ചില ആളുകൾ ജനങ്ങൾക്കിടയിൽ നിത്യവും ഫിത്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ അദ്ദേഹം പോസ്റ്റഡ് ആണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സലഫികളെ കുറ്റം പറയുക, അതോടൊപ്പം തന്നെ ഇത്തരം പണ്ഡിതന്മാരെ ഇകഴ്ത്തുക എന്നതിലുപരി സത്യസന്ധമായി നീതിയിൽ അധിഷ്ഠിതമായി ഒരു ഗണ്ണനം പോലും നടത്താൻ, കൃത്യമായി വിശകലനം ചെയ്ത് മറുപടി പറയാനോ വിമർശിക്കുവാനോ ഈ പറയപ്പെട്ട മുഫ്തിയായ വ്യക്തിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ ആലോചിച്ചത്. ഒരു മുഫ്തിക്ക് ഇത്രയും അധപ്പതിക്കാൻ സാധിക്കുമെങ്കിൽ ഇദ്ദേഹത്തോളം അധപ്പതിച്ചൊരു വ്യക്തി എന്തില്ല, ലോകത്തില്ല എന്നുള്ളതാണ്.
അദ്ദേഹം പറയുന്നതിൽ ഒരു സത്യസന്ധതയില്ല. ഒരു പണ്ഡിതൻ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി വിമർശിക്കേണ്ട ഇടത്ത് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സന്തോഷിക്കുന്ന രൂപത്തിൽ പോസ്റ്റ് ഇടുകയും, എന്നാൽ ആ പോസ്റ്റിൽ എന്തെങ്കിലും അദ്ദേഹം സത്യസന്ധത കാണിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഒരു സത്യസന്ധതയും കാണിച്ചിട്ടില്ല. അദ്ദേഹം ഇതേപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലയെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. ആ വിമർശനത്തിൻ്റെ എല്ലാം അദ്ദേഹം എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാണുന്ന അവസ്ഥ ഉണ്ടാകും. പണ്ഡിതന്മാരെ വിമർശിച്ചു കഴിഞ്ഞാൽ, അതും സത്യസന്ധതയോടുകൂടിയല്ല എങ്കിൽ അവരുടെ ആഖിബത്ത് മോശമായിരിക്കുന്ന, അവരുടെ മരണം വളരെ മോശമായ മരണമായിരിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൻ്റെ ഭാഗവും അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സമയം ചെലവഴിച്ച് അതിനുവേണ്ടി ജീവിച്ച് മരണപ്പെടുന്ന പണ്ഡിതന്മാർ, അവരുടെ ജീവിതത്തിൻ്റെ ത്യാഗം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കുറിക്കുക, അതല്ലെങ്കിൽ എന്തെങ്കിലും ലേഖനങ്ങൾ വായിച്ച് ചില ആളുകളുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി, ചില സംഘടനാ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ ഒരു പണ്ഡിതനെ ക്രൂശിക്കുകയും വിമർശിക്കുകയുമാണ് എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മളിലേക്ക് തന്നെ എന്ത് ചെയ്യും, തിരിച്ചു വരും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹക്കിനോടാണെന്ത് നമുക്ക് പ്രതിബദ്ധത. ഷെയ്ഖ് റബീഅ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അദ്ദേഹം തെളിയിച്ച ഒരു കാര്യമാണെന്ത്, ആർജവത്തോടുകൂടി എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ മനസ്സിലാക്കിയ സത്യം അത് ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും പറയാൻ പറ്റണമെന്നത്. ആ പറയുന്ന വിഷയത്തിൽ അങ്ങേയറ്റത്തെ ഇഖ്ലാസും എന്ത് ചെയ്യേണ്ടതുണ്ട്, കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അലാ അറിയണേ, ലാ യംനഅന്ന അഹദകും റഹ്ബത്തുൻ നാസി അൻ യഖൂല ബിഹഖ്ഖിൻ ഇദാ റആഹു ഔ ഷഹിദഹു. ഓ ജനങ്ങളെ പേടിച്ചുകൊണ്ട്, ജനങ്ങളോടുള്ള പേടി കാരണം നിങ്ങളെ ഹക്ക് പറയാൻ അത് തടസ്സമാകരുത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ഒരിക്കലും നിങ്ങളുടെ തടസ്സം ജനങ്ങളുടെ ഭയമാകരുത്. ജനങ്ങൾ എന്ത് ചെയ്യൂല, നിങ്ങൾക്ക് റിസ്ക് തരുന്നത് ജനങ്ങളല്ല. നിങ്ങളുടെ വയസ്സിൽ അതിന് ഐശ്വര്യം ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സത്യം അത് തുറന്നു പറയണം. ചില ആളുകളെ പേടിച്ചുകൊണ്ട് സത്യം പറയാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഞാൻ സത്യം പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഒരു സുഹൃത്തുക്കളും എന്ത് ചെയ്തിട്ടില്ല, ജീവിതത്തിൽ ബാക്കിയായിട്ടില്ല എന്ന. അതുകൊണ്ട് ഷെയ്ഖ് റബീഇന്റെ ജീവിതം മുഴുവനും പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഫോട്ടോ എടുക്കുന്ന വിഷയത്തിൽ വളരെ കണിശമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 25 വർഷം മുമ്പുള്ള ഒരു ഫോട്ടോ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ കാണുന്നത് എന്ന്. അദ്ദേഹം ചാനലുകൾക്ക് മുമ്പിൽ വരാറില്ല, അതോടൊപ്പം തന്നെ ഇത്തരം മീഡിയകൾക്ക് മുമ്പിൽ അദ്ദേഹം വരാറില്ല. ഒരിക്കൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയും മറ്റുള്ള പണ്ഡിതന്മാരും ഒക്കെ ഒരു മീറ്റിംഗ് കൂടിയതാണ്. ആ മീറ്റിങ്ങിലെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ഡിതന്മാർ ഇത്തരം ചാനലുകൾക്ക് മുമ്പിൽ വന്നുകൊണ്ട് സംസാരിക്കുക, എന്താണ് നമ്മൾ അതിലെടുക്കേണ്ട നിലപാട് എന്നായിരുന്നു വിഷയം. ആ സമയത്ത് ഷെയ്ഖ് റബീഇനോട് അഭിപ്രായം ചോദിക്കുന്നുണ്ട്. ഷെയ്ഖ് റബീഇ ആ സമയത്ത് പറയുന്നത്, അതിൻ്റെ ആവശ്യമില്ല, കാരണം ഉലമാക്കൾക്ക് ഒരു ഹൈബത്തുണ്ട്, ആ ഹൈബത്ത് എന്ത് ചെയ്യും, നഷ്ടപ്പെടും, അതുകൊണ്ട് നമ്മൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ഷെയ്ഖ് റബീഇ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അങ്ങനെ അദ്ദേഹം എടുത്ത നിലപാടിൽ അദ്ദേഹം വളരെ കണിശമായി, വളരെ കൃത്യമായി സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നും എന്ത് ചെയ്യുന്നത്, നമുക്കിടയിൽ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തെക്കാളും കൂടുതൽ അദ്ദേഹം അറിയപ്പെട്ടതപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മരണവേളയിലായിരുന്നു എന്നാണ്. അത് ഏറ്റവും നല്ല മരണത്തിൻ്റെ അടയാളത്തിൽപ്പെട്ട ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു, കബൂലിയത്ത് കൊടുത്തു എന്നതിൻ്റെ ഒരു അടയാളം കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അവസാന സന്ദർഭം വിവരിക്കുന്ന ആളുകളൊക്കെ പറയുന്നത്, അദ്ദേഹം കുടുംബക്കാരിലേക്ക് വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം നോക്കുകയും അതോടൊപ്പം തന്നെ അദ്ദേഹം കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹം മരണപ്പെട്ടത് എന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാഠങ്ങൾ ഷെയ്ഖ് റബീഇന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുണ്ട്. അതിൽ ഏറ്റവും വലിയ പാഠമെന്നത് സത്യത്തോടായിരിക്കണം നമുക്ക് കൂറുണ്ടാകേണ്ടത്. സത്യത്തോട് മാത്രമാണെന്ത് നമുക്ക് പ്രതിബദ്ധത. അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ റസൂലിനോടും മാത്രമാണ് നമുക്ക് പ്രതിബദ്ധതയുള്ളത്. അതല്ലാതെ ആരോടും നമുക്കെന്തില്ല, ഒരു പ്രതിബദ്ധതയും ഇല്ല. അതിന് എത്ര വലിയ ആളാണ് എങ്കിലും, എത്ര വലിയ പണ്ഡിതനാണ് എങ്കിലും നമുക്ക് പ്രതിബദ്ധത അള്ളാഹുവിൻ്റെ കിതാബിനോടും റസൂലിൻ്റെ സുന്നത്തിനോടും ഹദീസിനോടുമാണ് നമുക്ക് പ്രതിബദ്ധത. അതുകൊണ്ട് ദീനിൻ്റെ വിഷയത്തിൽ ദീനിനെതിരെ ആര് സംസാരിച്ചാലും, ബിദ്അത്തിന്റെ ആളുകൾ അവർ ഉയർന്നു പൊങ്ങി വരുന്ന സന്ദർഭത്തിൽ ആ ബിദ്അത്തിനെതിരെ സംസാരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ആ ബിദ്അത്തിനെ എതിർക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. സുന്നത്തിനെ വളർത്തിക്കൊണ്ടുവരാൻ, സുന്നത്തിന് പ്രാമുഖ്യം നൽകുവാനും, ബിദ്അത്തിനെതിരെ അതിൻ്റെ ഓരോ നയനിലപാടുകളും
തെറ്റാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഹക്കിന് പ്രാമുഖ്യം നൽകുകയും വ്യക്തികൾക്കല്ല പ്രാമുഖ്യം എന്നാണ് അഹ്ലുസുന്നയുടെ അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയം എന്നത് നമ്മൾ സത്യത്തെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക, വ്യക്തികളെ വിലയിരുത്തുക. അല്ലാതെ വ്യക്തികളെ നോക്കിയിട്ടല്ല എന്ത് ചെയ്യുക, സത്യത്തെ വിലയിരുത്തേണ്ടതെന്ന്. ചില ആളുകളെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ള വ്യക്തിയാണല്ലോ അവർ ഇത്തരത്തിൽ വിമർശിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അവരുടെ കൂട്ടത്തിലുമുണ്ടല്ലോ ഇങ്ങനെയുള്ള വ്യക്തികൾ, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരെയും എടുത്തുകൊണ്ടിരുന്നു. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂട്ടത്തിലുള്ള വ്യക്തിയെന്നോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള വ്യക്തിയെന്നോ ഒരു വിഷയമല്ല. ആരാണോ സത്യം പറയുന്നത് ആ സത്യം എന്ത് ചെയ്യണം, നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ആ സത്യത്തിൻ്റെ കൂടെയാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ നിലകൊള്ളേണ്ടത്. അതല്ലാതെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പറഞ്ഞു, ആ പറഞ്ഞത് സത്യസന്ധമാണോ അതല്ല അസത്യമാണോ എന്നൊന്നും പരിശോധിക്കാതെ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും തിരിച്ചു പറയും എന്നാണ് എങ്കിൽ ദീനിനോട് എന്ത് പ്രതിബദ്ധതയുള്ളത്? നമ്മെ സംബന്ധിച്ചിടത്തോളം വ്യക്തികളോട് ഒരു പ്രതിബദ്ധതയില്ല, ദീനിനോടാണ് പ്രതിബദ്ധത. ദീനാണ് എന്ത് ചെയ്യേണ്ടത്, നിലനിൽക്കേണ്ടത്. അതിന് അല്ലാഹു ചില ആളുകളെ കാരണമാക്കുന്നു എന്ന് മാത്രമാണെന്ത് വ്യക്തികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാലിഹ് ഉസൈമി ഹഫ്ളഹുല്ലാ അദ്ദേഹത്തിന്റെ ദർസിൽ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അദ്ദേഹം പറയുന്നത് അറിവ് എന്നത് എന്നിൽ മാത്രം കാസിറല്ല, എന്നെ അള്ളാഹു അതിനൊരു കാരണമാക്കി എന്ന് മാത്രമാണ്. നിങ്ങൾ ബാക്കിയുള്ള പണ്ഡിതന്മാരിൽ നിന്ന് എന്ത് ചെയ്യണം, നിങ്ങൾ അറിവ് സ്വീകരിക്കണം, അവരിൽ നിന്ന് ഇസ്തിഫാദത്തെടുക്കണം എന്നായിരുന്നു അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടായിരുന്നത് എന്നാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നത് ഷെയ്ഖ് റബീഇന്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായി പഠിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട വിഷയം എന്നത് അഹ്ലുൽ ബിദ്അത്തിനെതിരെ അദ്ദേഹം സംസാരിച്ച വിഷയങ്ങളാണ്. രണ്ട് വിഭാഗത്തിനെതിരെയാണ് അദ്ദേഹം കാര്യമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത് എന്നാണ്. ഒന്ന് ഈ പറയുന്ന ഇഖ്വാനികൾക്കെതിരെയും രണ്ടാമത്തേത് ഷിയാക്കൾക്കെതിരെയുമായിരുന്നു എന്നാണ്. ഈ രണ്ട് വിഭാഗത്തോടും നമ്മൾ ഈ രണ്ട് വിഭാഗത്തിൻ്റെയും കൃത്യമായ അജണ്ടകൾ നമ്മൾ പഠിച്ചെടുക്കണം. അദ്ദേഹം പറയുന്നത് ലൗലൽ ഇഖ്വാൻ ലകുന്നൽ ഇഖ്വാൻ, ഇഖ്വാനികൾ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങൾ മൊത്തം സഹോദരന്മാരാകുമായിരുന്നു എന്ന്. കാരണം ഇഖ്വാനികൾ മുസ്ലിമീങ്ങൾക്കിടയിൽ ഇറങ്ങുകയും മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. ഈ ഇഖ്വാനികളായ ആളുകളാണ് ഷെയ്ഖ് റബീഇനെ വിമർശിക്കുന്നത്. എന്നാൽ ഷെയ്ഖ് റബീഇ ഇഖ്വാനികളായ പണ്ഡിതന്മാരോട് പോലും അവരെ വിമർശിക്കുന്നിടത്ത് പോലും വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നു എന്നാണ്. അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖ് എന്ന് പറയുന്ന ഇഖ്വാനി പണ്ഡിതൻ, അദ്ദേഹത്തിന് ഇഖ്വാനി ചായ്വ് കണ്ടു തുടങ്ങിയ സന്ദർഭത്തിൽ ഷെയ്ഖ് നേരിട്ട് വിമർശിച്ചിട്ടില്ല. ഷെയ്ഖ് എന്ത് ചെയ്തു, വളരെ രഹസ്യമായി അദ്ദേഹത്തിൻ്റെ തെറ്റ് എന്ത് ചെയ്തു, രേഖപ്പെടുത്തി അദ്ദേഹത്തിന് ഒരു കത്ത് എഴുതി കൊടുത്തു എന്നാണ്. അങ്ങനെ ഒരുപാട് ക്ഷമിച്ച് പിന്നെയും അദ്ദേഹം ഒരുപാട് ആവർത്തിക്കുകയും അവസാനം അദ്ദേഹം സലഫിയത്ത് മാത്രമല്ല ശരി എന്ന ഒരു ലൈനിൽ പോയ ആ ഒരു സന്ദർഭത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഷെയ്ഖ് എല്ലാവർക്കും ഉപകാരപ്പെടണം എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അക്രമത്തിൽ നിന്ന് ആളുകൾക്ക് എന്ത് ചെയ്യണം, രക്ഷ ലഭിക്കണം എന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നത്, ഒരു പുസ്തകം എഴുതുന്നത്. അതുവരെ എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. അതിനിടയിൽ ഫത്വ ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട്, ലജ്നത്തുൽ ദായിമ എന്ന ഫത്വ ബോർഡ് ഇദ്ദേഹത്തിനെതിരെ ഫത്വ കൊടുക്കുന്നുണ്ട്, അബ്ദുറഹ്മാൻ അബ്ദുൽ ഖാലിഖിനെതിരെ. അപ്പോൾ ആ സന്ദർഭം വരെ വളരെ ക്ഷമയോട് കൂടിയിട്ടാണ് എന്ത് ചെയ്തത്, കാര്യങ്ങൾ വീക്ഷിച്ചിരുന്നത് എന്നാണ്. ആ പണ്ഡിതനെയാണ് ഇവർ യാതൊരു നീതിയുമില്ലാതെ എന്ത് ചെയ്യുന്നത്, പെട്ടെന്ന് തന്നെ വിമർശിക്കുന്നു, വിമർശനമാണ് ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. അതേപോലെ തന്നെ സൽമാൻ അൽ ഔദ എന്ന് പറയുന്ന ഇഖ്വാനികളുടെ പണ്ഡിതൻ, അദ്ദേഹത്തോടും അദ്ദേഹത്തിൻ്റെ വിമർശനങ്ങളും വളരെ രഹസ്യമായിട്ടാണ് എഴുതി കൊടുത്തതെന്ന്. ഒരു കത്തിൽ എന്ത് ചെയ്തു, ഇന്ന കാര്യങ്ങൾ പറയാനുണ്ട്, നിങ്ങൾക്ക് ഇന്ന പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം, എന്ത് ചെയ്തില്ല, അത് ഗൗരവത്തിലെടുത്തില്ല എന്ന്. അത് ഗൗരവത്തിലെടുത്തില്ല എന്ന് മാത്രമല്ല, വീണ്ടും അത് ആവർത്തിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ട്. അപ്പം എന്ത് ചെയ്തു, ഷെയ്ഖ് എല്ലാ ആളുകൾക്കും അറിയുന്ന കോലത്തിൽ പരസ്യമാക്കി തന്നെ എന്ത് ചെയ്തു, അത് പുറത്തു വിട്ടുന്ന. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് എഴുതിയ എഴുത്തുകുത്തുകളും കത്തുകളും ഒരുപാടാണ്. അതും ആദ്യഘട്ടത്തിലൊക്കെ രഹസ്യമായിരുന്നു എന്നാണ്, എല്ലാം രഹസ്യമായിരുന്നു. പിന്നീടാണ് എന്ത് ചെയ്തത്, അതൊക്കെ പരസ്യമാക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്നാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ വിമർശിക്കുന്ന ഒരു വിമർശനത്തിൽപ്പെട്ടതാണ് അദ്ദേഹം കൊട്ടാര പണ്ഡിതനാണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുറി കണ്ടാൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ റൂമിൻ്റെ അവസ്ഥ കണ്ടാൽ നമുക്കറിയാൻ പറ്റും, അദ്ദേഹം വളരെ സാഹിദായിരുന്നു എന്നാണ്. ദുനിയാവിനോട് അങ്ങേയറ്റത്തെ വിരക്തിയിലാണ് എന്ത് ചെയ്തത്, അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ബെഡും അതോടൊപ്പം തന്നെ കുറേ പുസ്തകങ്ങളുമായിട്ടാണ് എന്ത് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹം അവസാനിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു പണ്ഡിതനെ നമ്മൾ
യാതൊരു നീതിയും കൂടാതെ വിമർശിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കേണ്ട വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലിയകുൽ ഖൈറൻ ഔ ലിയസ്മുത്. ഒന്നെങ്കിൽ അവൻ നന്മ പറയട്ടെ, അതല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു കൊള്ളട്ടെ എന്ന്. അപ്പം നബിയുടെ ആ ഹദീസ് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ജീവിതത്തിൽ പാലിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഉലമാക്കളുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അവരുടെ ഹക്ക് എന്ത് ചെയ്യണം? നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് കൊടുക്കേണ്ട ബാധ്യതകൾ നമ്മൾ നൽകേണ്ടതുണ്ട്. ഷെയ്ഖിൻ്റെ പുസ്തകങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഷെയ്ഖിൻ്റെ കിതാബുകൾ ഒരുപാടാണെന്ന്. അതായത് ഷെയ്ഖ് ജീവിക്കുന്ന കാലത്ത് എന്തില്ല? ഈ ആധുനിക സംവിധാനങ്ങളൊന്നുമില്ല. ഈ പറയുന്ന അൽ മക്തബത്തു ഷാമിലയോ ഒന്നുമില്ല. ആ സന്ദർഭത്തിൽ തന്നെ ഒരുപാട് മർജിഅകളാണെന്ന്. ഏതൊക്കെ പുസ്തകങ്ങൾ അവലംബിച്ചു എന്ന് അവസാനം കൊടുക്കും. അപ്പം അവസാനം കൊടുക്കുന്ന സമയത്ത് അത്രയും അവലംബിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഒരു പുസ്തകം രചിക്കുക എന്ന്. ഒരു പുസ്തകം രചിക്കുന്നത് അത്രയും അവലംബങ്ങൾ വെച്ചുകൊണ്ടാണ്, അതും ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ. അപ്പം അതിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ജുഹുദുകൾ എന്ത് ചെയ്തിട്ടുണ്ട് ഹദീസിൻ്റെ വിഷയത്തിലും ദീനിൻ്റെ വിഷയത്തിലും. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ബിദ്അത്തിന്റെ ആളുകൾക്ക് ഇടയിലും എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സുന്നത്തിൽപ്പെട്ടതാണ്, ഒരു ചര്യയിൽപ്പെട്ടതാണ്. സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ ഖവാരിജുകളെ കണിശമായി വിമർശിച്ച ആളുകളുണ്ട്. ഖവാരിജുകൾക്കെതിരെ കണിശമായി സംസാരിച്ച ആളുകൾ സ്വഹാബാക്കളുടെ കൂട്ടത്തിലുണ്ട്. ആ സ്വഹാബാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നീട് വിമർശന വിധേയമായിട്ടുണ്ട്. അപ്പം അത് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെയും നടക്കുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. ഇന്നലകളിൽ എന്താണോ നടന്നത് അതാണ് ഇന്നും എന്ത് ചെയ്യുന്നുള്ളത് ഷെയ്ഖ് റബീഇന്റെ വിഷയത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. ഷെയ്ഖ് റബീഇന് ഒരു സ്വപ്നം കാണുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് കാണുന്ന സ്വപ്നം അദ്ദേഹം മാത്രം വിമർശിക്കപ്പെടുക, അദ്ദേഹത്തെ മാത്രം എന്ത് ചെയ്യുന്നു? ആളുകൾ കുറ്റം പറയുന്നു. ആ വിമർശനം എന്തിൻ്റെ? ആ സ്വപ്നം കാണുന്നു. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നത്, താങ്കൾ ഇന്ന ആളുകൾക്കെതിരെ സംസാരിക്കുകയും അതിൻ്റെ പേരിൽ താങ്കൾ മാത്രം എന്ത് ചെയ്യും? ക്രൂശിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, നമുക്ക് ഷെയ്ഖ് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും വലിയ പാഠം, നമ്മൾ ഒന്നാമത്തേത് നിലപാടുള്ളവരാവുക. വളരെ കൃത്യമായ കണിശമായ നിലപാട് എന്ത് ചെയ്യണം? നമുക്കുണ്ടാകണം. ഒരു വര വരച്ചാൽ ആ വരയിൽ നമ്മൾ എന്ത് ചെയ്യണം? നിൽക്കണം. ആ വരയിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തീരുമാനമെടുക്കേണ്ടത് എന്നാണ്. അതല്ലാതെ ഇഖ്വാനികളെപ്പോലെ ഒരു നിലപാടുമില്ലാത്ത ആളുകൾ, ഇന്നലെ എന്താണോ പറഞ്ഞത് അത് ഇന്ന് മാറ്റി പറയുന്ന ആളുകളാണ് ഈ പറഞ്ഞ ഇഖ്വാനികളായ മതരാഷ്ട്രവാദികളായ ആളുകൾ. അവരെ എഴുതി വെച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്, അതവർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഭരണഘടനയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വന്നു? ആദ്യം എന്താണോ പറഞ്ഞത് അതല്ല എന്ത് ഇപ്പോൾ അദ്ദേഹം അവർ കൊണ്ടു നടക്കുന്ന ഭരണഘടന എന്നത്. അതുകൊണ്ട് ഒന്നാമതായിട്ട് നമുക്ക് കൃത്യമായ നിലപാടുണ്ടാകണം. ആ നിലപാട് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്, ഇന്ന വ്യക്തി എന്ത് പറയും, ഇന്ന ആൾ എന്ത് പറയും, ഞാൻ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുന്ന സുഹൃത്ത് എന്ത് പറയും, അല്ലെങ്കിൽ ഇന്ന ഉസ്താദ് എന്ത് പറയും എന്ന് വിചാരിച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത്? നമ്മൾ നിലപാടുകൾ എടുക്കേണ്ടത്. മറിച്ച് നിലപാടുകൾ വളരെ കണിശമായ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യേണ്ടത്? എടുക്കേണ്ടത്. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഷെയ്ഖ് റബീഅ് നമ്മോട് പറയുന്നത്, ഹക്കിനോടാണ് കൂറ്, വ്യക്തികളോടെന്തില്ല? നമുക്ക് കൂറില്ല. അത് എത്ര വലിയ ഉസ്താദാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഉസ്താദാണ് തെറ്റ് ചെയ്യുന്നതെങ്കിൽ ഉസ്താദിനോട് പറയാൻ പറ്റണം, ഉസ്താദ് നിങ്ങൾ ഇന്ന ചെയ്തത് എന്തല്ല, ശരിയല്ല. അത് വളരെ നസീഹത്തോടു കൂടി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ആ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദീനിനോടുള്ള താല്പര്യം എന്താണ്? കുറവാണെന്ന്. നമുക്ക് ദീനിനോടുള്ള താല്പര്യം കുറവാണ്. ആ വ്യക്തിയോടാണെന്ത്? നമുക്ക് ബഹുമാനം. ദീനിനോടാണ് നമുക്ക് ആ വ്യക്തിയെക്കാളും ബഹുമാനമെങ്കിൽ ആ വ്യക്തി രക്ഷപ്പെടണം, ആ വ്യക്തി സത്യം മനസ്സിലാക്കണം എന്നതാണ് നമ്മുടെ നീയത്ത് എങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. ഷെയ്ഖ് റബീഇന് ഒറ്റക്ക് നിന്നുകൊണ്ട് ഇത്രയും പോകുന്ന ബിദ്അത്തിന്റെ കക്ഷികൾക്കെതിരെ സംസാരിക്കാൻ സാധിച്ചത് ഹക്കിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടാണ്, ഹക്കിനോടുള്ള അങ്ങേയറ്റത്തെ പ്രതിബദ്ധത കൊണ്ടാണ്. അത് അത്രയും ഇഖ്ലാസുള്ള വ്യക്തികൾക്ക് എന്തേ ഉള്ളൂ? സാധിക്കുള്ളൂ എന്നാണ്. അത്രയും ഇഖ്ലാസ് എന്ത് ചെയ്യണം? വേണം. ഇഖ്ലാസ് മാത്രം ഉണ്ടായാൽ പോരാ, അദ്ദേഹം മനസ്സിലാക്കുന്നിടത്തും എന്ത് ചെയ്യണം? വളരെ കണിശവും കൃത്യമായിട്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹം കാര്യങ്ങൾ വീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്തത് എന്ന്. അതാണ് ഷെയ്ഖ് റബീഅ് നൽകുന്ന രണ്ടാമത്തെ പാഠം. മൂന്നാമത്തെ പാഠം, നമ്മൾ ദുനിയാവിനോട് എന്ത് ചെയ്യണം? വിരക്തിയുള്ള ആളുകളാകണം. ദുനിയാവിൽ എത്ര തന്നെ നമ്മൾ സമ്പാദിച്ചാലും നമുക്ക് എന്തുണ്ട്? ഒരവസാനമുണ്ട്. നമുക്ക് ഒരവസാനം വരാൻ പോകുന്നുണ്ട്. ആ അവസാനത്തിൽ ഒരാളും എന്ത് ചെയ്യൂല? നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ ഒറ്റക്കാണ് എന്ത് ചെയ്യാം? വിചാരണ ചെയ്യപ്പെടും. നമ്മൾ ഒറ്റക്കാണ്. ഓരോ കാര്യങ്ങളും ഖിയാമത്ത് നാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒറ്റക്കാണ്.
നമ്മൾ വളരെ സെൽഫിഷായിരിക്കും, ഒരാളും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അന്ന് നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മൾ ചെയ്തു വെച്ച അമലാണ്, നമ്മുടെ കൂടെ ഉണ്ടാവുക നമ്മൾ പഠിച്ച അറിവാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അറിവ് പഠിക്കുകയും ആ അറിവ് പ്രചരിപ്പിക്കുന്നതിൽ ആത്മാർത്ഥത വെച്ച് പുലർത്തുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കണിശമായി പരിശ്രമിക്കുകയും ചെയ്യണം എന്നാണ് ഷെയ്ഖ് റബീഅ് നമുക്ക് പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പാഠം. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ക്ലിപ്പായിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഖബറിലേക്ക് കാലിട്ട് കൊണ്ട് നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത്, ഞാൻ എൻ്റെ അവസാനത്തെ സന്ദർഭത്തിലാണുള്ളത്. എനിക്ക് ദുനിയാവിൽ ഒരു സ്ഥാനമാനങ്ങളും വേണ്ട, ഞാനത് ആഗ്രഹിച്ചിട്ടുമില്ല, എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കൊതിച്ചിട്ടുമില്ല, അതെനിക്ക് ലഭിച്ചിട്ടുമില്ല, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തിയുമല്ല, എൻ്റെ പ്രകൃതവും അതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ദീന്, അള്ളാഹുവിൻ്റെ ദീൻ ആത്മാർത്ഥമായി പഠിക്കുക, അതിനുവേണ്ടി നിലകൊള്ളുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നാണ്. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇൻ തൻസുറുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിച്ചാൽ യൻസുറുക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും എന്നത് വാഗ്ദാനമാണ്. ഷെയ്ഖ് റബീഇന്റെ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് എന്നാണ് ഓരോ എഴുത്തുകളും അദ്ദേഹത്തെ കുറിച്ച് വരുന്ന ഓരോ പോസ്റ്റുകളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് ഹക്കെന്തെയും അത് ബോധ്യപ്പെടുക തന്നെ ചെയ്യും എന്ന അഞ്ചാമത്തെ പാഠം ഷെയ്ഖ് റബീഇന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തെളിയുന്ന വിഷയമാണ്. അദ്ദേഹം പറഞ്ഞു വെച്ച ഹക്കുകൾ ഇൻഷാ അല്ലാഹ് അത് ഓരോന്നായിട്ട് എന്തെയും ഓരോ ആളുകൾക്കും വളരെ വ്യക്തമായി ബോധ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. ലൈലുഹ കനഹാരിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ആ രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പകലിനെ പോലെയാണെന്നാണ്, അത്രയും വ്യക്തമാണെന്നാണ്. അതുകൊണ്ട് ഹക്ക് എന്നത് വളരെ വ്യക്തമാണ്, ആ ഹക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും. ഫത്ഹ് മക്കയിലെ എത്തിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ഓരോ വിഗ്രഹങ്ങളെയും തച്ചുടച്ചുകൊണ്ട് നബി പറയുന്നുണ്ട്, വഖുൽ ജാഅൽ ഹഖ്ഖു വസഹഖൽ ബാതിലു ഇന്നൽ ബാതില കാന സഹൂഖ. അതുകൊണ്ട് ഹക്കിനാണ്, സത്യത്തിനാണ് ഏറ്റവും അവസാനത്തെ വിജയമെന്നത്, അത് സത്യത്തിനാണ് ഉണ്ടാവുക. അസത്യത്തിന് ഒരിക്കലും വിജയിക്കുവാനോ മുന്നിട്ട് നിൽക്കുവാനോ സാധിക്കുകയില്ല എന്നത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ജീവിതത്തെ തഖ്വയിൽ അധിഷ്ഠിതമായി ക്രമീകരിക്കുകയും പണ്ഡിതന്മാർ സഞ്ചരിച്ച ആ പാതയിലൂടെ സഞ്ചരിക്കുവാൻ, അവരോട് സാദൃശ്യം പുലർത്തിക്കൊണ്ട് ജീവിക്കുവാൻ, അവരെ സ്നേഹിച്ച് അവരെ പഠിക്കുകയും അവരുടെ ജീവിതം അടുത്തറിയുകയും അതോടൊപ്പം അവരെ കൃത്യമായി മനസ്സിലാക്കുകയും അവരുടെ അധ്യാപനങ്ങൾ ജനങ്ങൾക്ക് ആകമാനം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ സലഫികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.